യൂദായുടെ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദ എഴുതിയ ഈ ലേഖനം വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും അതിപ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രായോഗിക വിശുദ്ധ ജീവിതത്തിന് ഊന്നൽ നൽകിയിരിക്കുന്ന വാക്യങ്ങളാണ് കൂടുതലും. ചെറിയ ഉള്ളടക്കത്തിൽ തന്നെ വിഷയാനുബന്ധമായി ബൈബിളിലെ ചില ചരിത്രകാല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നു. എന്തുകൊണ്ട് ക്രിസ്തുവിൽ നിലനിൽക്കണം എന്ന അതിപ്രാധാന്യമുള്ള കാര്യമാണ് ഈ വാക്യത്തിലും. പൗലോസിൻ്റെ ലേഖനത്തിൽ ആത്മീയ വർധനവിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പല പ്രാവശ്യം നാം ചിന്തിച്ചതാണ്. ഇവിടെ യൂദായും ഓരോരുത്തരും ആത്മീയ വർധന വരുത്താൻ പ്രബോധിപ്പിക്കുന്നു. അത് ഏത് വിധമാണെന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയാണ് അത് ചെയ്യേണ്ടത്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചതിന് നൽകിയിരിക്കുന്ന പദമാണ് അതിവിശുദ്ധ വിശ്വാസം. നമ്മെ ദൈവം വിശുദ്ധരാക്കിയത് ക്രിസ്തുവിലെ ഈ വിശ്വാസത്താലാണ്. പരിശുദ്ധ ദൈവത്തിലാണ് നാം വിശ്വസിച്ചത്. ഇതിനാലെല്ലാം ഈ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. നിത്യജീവനായിട്ട് കാത്തിരിക്കുക എന്നതാണ് ഈ വാക്യത്തിൽ നൽകുന്ന ഏറ്റവും പ്രധാന സന്ദേശം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഇപ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും വെളിപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ വരവിലാണ്. ആകയാൽ യേശുക്രിസ്തു മടങ്ങി വരുവോളം നാം നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ആത്മരക്ഷ. നാം പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ആ കരുണയുടെ ഫലമായ നിത്യജീവൻ നമ്മിൽ അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുന്ന നാളിലേക്കായി കാത്തിരിക്കണം. വെറുതെ കാത്തിരിക്കുക എന്നല്ല, ആത്മീയ വർധന വരുത്തി ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ച് കാത്തിരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.